ആദർശിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ ദേവയാനിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആദർശിന് തീരുമാനം മാറ്റാൻ വേണ്ടി പറയാനൊക്കെ വേണ്ടി നമ്മളെ നയന അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ദേവയാനി പറയുന്നുണ്ട്, മോളെ ഈ വീട്ടിൽ ആരെല്ലാം പറഞ്ഞിട്ടും അവനാണെങ്കിൽ അവൻ്റെ തീരുമാനത്തിൽ ഉറച്ച് തന്നെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയന തന്നെ പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടൻ തീരുമാനം മാറ്റുമെന്ന് തോന്നുന്നില്ല അമ്മയെ, മുത്തശ്ശൻ പറഞ്ഞത് അത്രയ്ക്കും ആദർശേട്ടന് മനസ്സിൽ നല്ല തട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആദർശേട്ടന് തീരുമാനം മാറ്റത്തില്ല എന്നൊക്കെ തന്നെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ദേവയാനി ശരി എന്തായാലും നമുക്ക് അച്ഛൻ്റെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ നേരെ മുത്തശ്ശൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശന് എന്ത് തീരുമാനം എടുത്താലും അതിനകത്ത് ഞാൻ അനുകൂലിക്കുന്നതല്ലാതെ ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ദേവയാനി പറയുന്നുണ്ട്, അച്ഛാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ തീരുമാനം മാറ്റത്തില്ല, അതിന് ഇനി ആരും ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിപ്പം നമ്മളെ ദേവയാനിക്ക് നല്ല വിഷമമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ നമ്മളെ ദേവയാനി നേരെ ജലജയെടുത്തും അവിയുടെ അടുത്തോട് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവിടുത്തെ വിഷമം ഇതെല്ലാം കൂടെ ഇവിടെ വന്നങ്ങ് തീർക്കും കേട്ടോ ഇവരെടുത്ത്. അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അഭിയടുത്തൊക്കെ പറയുന്നുണ്ട്, എന്തായാലും ആദർശൻ്റെ ഈ ഒരു പരാജയമാണെങ്കിൽ താൽക്കാലികമാണ്, പക്ഷേ വീട് വിട്ടൊക്കെ ഇറങ്ങും, പക്ഷേ വീട് വിട്ട് ഇറങ്ങിയാൽ അവൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും, പക്ഷേ നീ ഈ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇങ്ങോട്ടൊക്കെ ഒരു തിരിച്ച് മടക്കി വരവില്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അഭിയാണെങ്കിൽ ആകെ ഒരു ടെൻഷനിലൊക്കെ നിൽക്കും, ഇനിയിപ്പോൾ ദേവയാനിയുടെ എന്ത് പണിയാണ് നമ്മൾ അഭിക്ക് കൊടുക്കുന്നതെന്നൊന്നും അറിയാൻ വയ്യല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷനിൽ നമ്മൾ അഭിയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദർശാണെങ്കിൽ മുത്തശ്ശി എടുത്ത് പോയി യാത്രയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ആദർശനെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴും നമ്മൾ മുത്തശ്ശനാണെങ്കിൽ കട്ടക്കലിപ്പിലിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ ആദർശൻ്റെ അടുത്തൊന്നും പറയുന്നതൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.